സിക്സ്ത് ക്വസ്റ്റ്യനിൽ എ പാർട്ടാണ് നോക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ബാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിൽ എ പാർട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ഹാസ് 2 ക്വസ്റ്റ്യൻസ്. സിക്സ്ത് ബി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇൻ ദി എബോവ് പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിന്റെ അകത്താണ് എന്തുള്ളത്? സർക്കിൾ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. The radius of the circle is equal to the height of the rectangle. അതായത് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാല് ഈ റെക്റ്റാങ്കിളിന്റെ ഈ ഹൈറ്റിന് ഈക്വൽ ആണോ? അല്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, the radius of the circle is double the length of the rectangle. ഈ റെക്റ്റാങ്കിളിന്റെ ഇതാണ് ലെങ്ത്. ഈ റെക്റ്റാങ്കിളിന്റെ ഈ ലെങ്ത്തിന്റെ ഡബിൾ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ശരിയാണോ? റേഡിയസ് ആകെ ചെറിയൊരു അളവാണ് അല്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഇരട്ടി പറഞ്ഞാൽ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The radius of the circle is double the height of the rectangle. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാല് റെക്റ്റാങ്കിളിന്റെ ഹൈറ്റിന്റെ ഡബിൾ ആണ്. ഡബിൾ അല്ല, ഈ ഹൈറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സംഭവിച്ചു നോക്കിയത് അല്ലേ? പക്ഷെ ഇതിന്റെ ഡബിൾ ആണോ? ഇത് അല്ല. അതും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ. നോക്കൂ, ഈ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റിന്റെ പകുതിയാണ് ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ശരിയാണോ? ശരിയാണ്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിക്സ്ത് ക്വസ്റ്റ്യനിലെ എ പാർട്ടിൽ ഈ ഒരു പിക്ചറും ഇതും വരയ്ക്കാനുണ്ട്. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടാബിനകത്ത് ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പ്രയാസമാണ്. ഒരുമിച്ച് മിക്സ് ചെയ്തൊക്കെ സമയം വരെ കാണണ്ടേ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. 5ാം ക്ലാസ്സുകാരുടെ മാത്സിന് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി പോകണം. കാരണം 7th 6th എല്ലാം ന്യൂ പാറ്റേണിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ഡെപ്തിൽ കുട്ടിക്ക് കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പഴയ പോലെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പഠിച്ചു പോവാ നടക്കില്ല. ഓക്കെ, നന്നായിട്ട് ഡെപ്തിൽ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.